Hi, welcome to Lash Class. Calicut University BA ഫസ്റ്റ് സെമിസ്റ്റർ AEC ഫോർ ഹ്യൂമാനിറ്റീസിലെ ആന്തം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കനേഡിയൻ സിംഗറും പോയിറ്റുമായ ലിയനാർഡ് കോഹന്റെ ഒരു സോങ് ആണ്. നമ്മളിവിടെ ആ സോങ്ങിന്റെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കതിന്റെ സമ്മറി നോക്കാം. The song Anthem by Leonard Cohen begins with the imagery of birds singing at dawn. രാവിലെ പക്ഷികൾ പാട്ട് പാടുന്ന ഒരു ഇമേജോട് കൂടിയിട്ടാണ് ഈ സോങ് ആരംഭിക്കുന്നത്. സിംബലൈസിങ് റിന്യൂവൽ ആൻഡ് ദ സ്റ്റാർട്ട് ഓഫ് സംതിങ് ന്യൂ. അപ്പോൾ രാവിലെയുള്ള ഈ പക്ഷികളുടെ പാട്ട് ഒരു പുതിയ തുടക്കത്തിന്റെ സിംബലായിട്ടാണ് ഈ സോങ്ങിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ദ ബേർഡ്സ് സോങ് എൻകറേജസ് ദ ലിസണർ നോട്ട് ടു ഡെൽ ഓൺ ദ പാസ്റ്റ് ഓർ വറി അബൌട്ട് ദ ഫ്യൂച്ചർ. ഇനി പക്ഷികളുടെ പാട്ടിൽ പറയുന്നത് നോട്ട് ഡെൽ ഓൺ ദ പാസ്റ്റ്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുതെന്നും, ഓർ വറി അബൌട്ട് ദ ഫ്യൂച്ചർ, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടരുത് എന്നുള്ളൊരു സന്ദേശമാണ് പക്ഷികളുടെ പാട്ടിലുള്ളതായിട്ട് പറയുന്നത്. ദിസ് സെറ്റ്സ് ദ ടോൺ ഫോർ ദ സോങ് വിച്ച് ഫോക്കസസ് ഓൺ മൂവിംഗ് ഫോർവേഡ് ഡിസ്പൈറ്റ് ലൈഫ്സ് ഡിഫിക്കൽട്ടീസ്. ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും മുന്നോട്ട് പോവുക എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ഈ സോങ്ങിനകത്ത് നിന്ന് ലഭിക്കുന്നത്. അതിന്റെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ആദ്യ വരികളിൽ നമ്മൾ കാണുന്നത്. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ Cohen reflects on the inevitability of war and human conflict. ഇനി അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, ഇതുപോലെ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു സന്ദേശമാണ്. The holy dove symbolizing peace is repeatedly captured and sold. അപ്പോൾ ഈ വെള്ളപ്രാവ്, ഹോളി ഡോവ്, നമുക്കറിയാം വെള്ളപ്രാവ് സമാധാനത്തിന്റെ ഒരു അടയാളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ആ പ്രാവ് ഇങ്ങനെ നിരന്തരം അതിനെ പിടിക്കുകയും അതിനെ വിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ലോകത്തുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ലോകത്ത് സമാധാനം ഇങ്ങനെ നിത്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമില്ല, മനുഷ്യർ ഇതുപോലെ യുദ്ധത്തിലും മറ്റുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എംഫസൈസിങ് ദ ഫ്രജിലിറ്റി ഓഫ് പീസ് ഇൻ എ വേൾഡ് ഡ്രിവൺ ബൈ ഗ്രീഡ് ആൻഡ് വയലൻസ്. ഇനി ഈ പ്രാവിനെ പിടിച്ച് വിൽക്കുക എന്നുള്ള ഒരു സിമ്പലിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ യുദ്ധത്തിന്റെ മറ്റൊക്കെ കാരണമായിട്ട് മനുഷ്യരുടെ ഈ ഒരു ആർത്തിയും ലാഭക്കൊതിയും മറ്റുമാണ് ഇതുപോലെ നിരന്തരമായിട്ടുള്ള യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്കും നയിക്കുന്നത് എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എന്തായാലും ലോകത്ത് യുദ്ധങ്ങളും തർക്കങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കണം, ഇത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം ഈ സോങ്ങിലെ കോറസ് ആണ് വരുന്നത്. ദ കോറസ് ഹൈലൈറ്റ്സ് ദ തീം ഓഫ് എംബ്രേസിങ് ഇംപെർഫെക്ഷൻ. അപ്പോൾ ലൈഫ് പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആയിരിക്കും, അതൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ സോങ്ങിന്റെ കോറസിൽ നമ്മൾ കാണുന്നത്. കോഹൻ urges us to ring the bells that still can ring. നമുക്ക് റിംഗ് ചെയ്യാൻ കഴിയുന്ന ബെല്ലുകൾ നമ്മൾ റിംഗ് ചെയ്യുക. അതായത് ലൈഫ് പെർഫെക്റ്റ് അല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളൊരു സന്ദേശമാണ് അവിടെ നൽകുന്നത്. എൻകറേജിങ് ദ ലിസണർ ടു ആക്ട് ഡിസ്പൈറ്റ് ലൈഫ്സ് ഫ്ലോസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിന് കുറവുകളുണ്ട്, ലോകത്തിന് കുറവുകളുണ്ട്, പക്ഷെ നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള മാർഗം എന്ന് അദ്ദേഹം പറയുന്നു. ദ ഫ്രേസ് "there is a crack in everything" suggests that nothing is perfect. പിന്നെ "there is a crack in everything" എന്നുള്ള ഒരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അതുപോലെ തന്നെ ലോകത്തിൽ ഒന്നും പെർഫെക്റ്റ് ആയിട്ടുള്ളതല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ദെൻ "yet these cracks allow the light to enter." എന്നാൽ ഈ ക്രാക്കുകളിലൂടെയാണ് ഈ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. The cracks represent the flaws in life, but they are also openings for healing, understanding and spiritual growth. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആയിരിക്കില്ല, നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന ഈ പ്രയാസങ്ങൾ, നമുക്കുണ്ടാവുന്ന ഈ പ്രയാസമേറിയ അനുഭവങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിക്കാനും അതുപോലെ തന്നെ ഒരു സെൽഫ് ഗ്രോത്തിനുള്ള ഒരു അവസരവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അപ്പൊ ലൈഫ് പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷെ ഈ പ്രയാസമേറിയ അനുഭവങ്ങളാണ് നമ്മളെ നല്ല മനുഷ്യരാക്കുന്നതിനുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത്, പാഠങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത്തരം ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ വെളിച്ചം കടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. Through imperfections and difficult experiences, there is a possibility for transformation. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന്, ഒരു മെച്ചപ്പെട്ട വ്യക്തിയായി മാറുന്നതിന്
കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ ലൈഫിന്റെ ഈ ഒരു ഇംപെർഫെക്റ്റ് നേച്ചർ സഹായകമാവുന്നുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ കോറസിൽ നമ്മൾ കാണുന്നത് ഒന്ന്, റിംഗ് ദ ബെൽസ് ദാറ്റ് സ്റ്റിൽ ക്യാൻ റിംഗ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു ലൈഫ് ഇംപെർഫെക്റ്റ് ആണ്, വേൾഡ് ഇംപെർഫെക്റ്റ് ആണ്, പക്ഷെ നമ്മൾക്ക് ലഭ്യമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ള സന്ദേശം പറയുന്നു. അതുപോലെ തന്നെ ദർ ഈസ് എ ക്രാക്ക് ഇൻ എവറിത്തിങ്. എല്ലാത്തിലും ഒരു ക്രാക്ക് ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യവും. അതുപോലെ തന്നെ ഈ ക്രാക്കിലൂടെയാണ് ലൈറ്റ് കടന്നു വരുന്നത്. അതായത് ജീവിതത്തിലുള്ള ഈ കുറവുകൾ, അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനും അതിലൂടെ മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് നമുക്ക് മാറാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇൻ ദ തേർഡ് സ്റ്റാൻസ, ദ സ്പീക്കർ റിഫ്ലെക്ട്സ് ഓൺ സൊസൈറ്റീസ് ഡിമാൻഡ്സ് ഫോർ സൈൻസ് ഓഫ് ഹോപ്പ്. അടുത്ത ഭാഗത്ത് പറയുന്നത് പ്രതീക്ഷയുടെ അടയാളങ്ങൾക്ക് വേണ്ടിയുള്ള സമൂഹത്തിന്റെ ആഗ്രഹത്തെ കുറിച്ചിട്ടാണ്. They were sent signs such as birth and marriage, which symbolize new beginnings. ഇവിടെ രണ്ട് അടയാളങ്ങൾ നൽകപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ബർത്ത്, മാരേജ് എന്നുള്ളതാണ് പറയുന്നത്. ബർത്ത് നമുക്കറിയാം ജനനമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ജനനം, അതുപോലെ ആളുകളുടെ മാരേജ് എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് പുതിയ തുടക്കങ്ങൾ എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മളവിടെ ബർത്തിലൂടെ കാണുന്നത്. അതായത് ഈ ലോകത്ത് പല മാറ്റങ്ങൾ ഉണ്ടായി. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനാധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി. അങ്ങനെ പല തുടക്കങ്ങൾ നമ്മുടെ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാരേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റിലേഷനാണ്. ഈ സാമൂഹ്യ ബന്ധങ്ങൾ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ അടയാളങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് ലഭിക്കുകയുണ്ടായി. However, these hopeful events have failed to bring about real change. പക്ഷെ ഈ പ്രതീക്ഷയുടെ അടയാളങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്ന സമൂഹത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. The metaphor of the widowhood of government suggests that political institutions have abandoned their original values. ഇനി ഗവൺമെന്റിനെ ഇവിടെ വിധവയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ നിന്നെല്ലാം അത് വ്യതിചലിച്ചു പോയിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഗവൺമെന്റ് വിഡോ ആയിരിക്കുന്നു എന്നുള്ള ഒരു ഇമേജിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദ ഫോർത്ത് സ്റ്റാൻസ ഫോക്കസസ് ഓൺ റിജക്ടിങ് അലൈൻമെന്റ് വിത്ത് കറപ്റ്റ് ലീഡേഴ്സ് ഹു ആർ ഡെപ്പിക്റ്റഡ് ആസ് കില്ലേഴ്സ് ഇൻ ഹൈ പ്ലേസസ്. ഇനി നേതാക്കന്മാരായിട്ടുള്ള ഭരണാധികാരായിട്ടുള്ള ആളുകളൊക്കെ കില്ലേഴ്സ് ഇൻ ഹൈ പ്ലേസസ്, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കൊലയാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അവരുമായിട്ട് ചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ദീസ് ഫിഗേഴ്സ് ഇൻ പവർ ആർ ഇമ്മോറൽ യെറ്റ് ദേ മെയിൻറ്റെയിൻ ദെയർ പൊസിഷൻസ്. ഇവരെല്ലാം ഇമ്മോറലാണ്, അധാർമികമായിട്ടുള്ളവരും ലോലെസ്, നിയമങ്ങളില്ലാത്തവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരോട് ഐക്യദാർഢ്യപ്പെടാൻ വേണ്ടി കഴിയില്ല, അവരുടെ കൂടെ ചേരാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ദി ഇമേജ് ഓഫ് എ കമ്മിങ് തണ്ടർ ക്ലൗഡ് suggests that these corrupt individuals will eventually face retribution. എന്നാൽ അവർ എന്നിൽ നിന്ന് കേൾക്കും, ഒരു ഇടിമുഴക്കം വരാനിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രവൃത്തികൾക്കുള്ള ഉത്തരം അവർ നൽകേണ്ടി വരും, അവർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇൻ ദ ഫൈനൽ സ്റ്റാൻസ, കോഹൻ റിഫ്ലെക്ട്സ് ഓൺ ദ ലിമിറ്റ്സ് ഓഫ് റേഷണൽ അണ്ടർസ്റ്റാൻഡിങ്. ഇനി സോങ്ങിന്റെ ലാസ്റ്റ് ഭാഗത്ത് അദ്ദേഹം പറയുന്നത് യുക്തിചിന്തയിലൂടെ നമുക്ക് ഈ ജീവിതത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ പരിമിതികളെ കുറിച്ചിട്ടാണ്. എഫേർട്സ് ടു ബ്രേക്ക് ലൈഫ് ഡൗൺ ഇൻ ടു പാർട്സ് ഈസ് കമ്പയർഡ് ടു എ മാർച്ച് വിത്തൗട്ട് എ ഡ്രം. ജീവിതത്തെ നമ്മളിങ്ങനെ പാർട്ടുകളാക്കി തിരിച്ചുകൊണ്ട്, ജീവിതത്തെ കീറി മുറിച്ചുകൊണ്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഡ്രം ഇല്ലാതെ മാർച്ച് ചെയ്യുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു. എ മാർച്ച് വിത്തൗട്ട് റിതം, പർപ്പസ് ഓർ ഡയറക്ഷൻ. നമുക്കറിയാം ഈ ഡ്രമ്മിന്റെ താളമില്ലാതെ മാർച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പർപ്പസോ ഡയറക്ഷനോ ഇല്ലാത്തതുപോലെ, ഒരു ലക്ഷ്യബോധം ഇല്ലാത്തതുപോലെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലാണ് നമ്മൾ ജീവിതത്തെ കീറി മുറിച്ചുകൊണ്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവൃത്തികൾ എന്ന് അദ്ദേഹം പറയുന്നു. കോഹൻ സജസ്റ്റ് ദാറ്റ് ലവ് ആൻഡ് ട്രൂ അണ്ടർസ്റ്റാൻഡിങ് കം അൺഎക്സ്പെക്റ്റഡ്ലി ലൈക്ക് എ റെഫ്യൂജി. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹം കടന്നു വരുന്നത് ഒരു അഭയാർത്ഥിയെ പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. Love arriving after hardship and displacement cannot be planned or fully controlled. It comes from the heart and often in moments of vulnerability. അപ്പോൾ സ്നേഹം അഭയാർത്ഥിയെ പോലെ വരിക എന്ന് പറയുന്നത് നമുക്കറിയാം. അഭയാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ ദുർബലരായിട്ടുള്ളവരും അതുപോലെ തന്നെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടവരും അവരുടെ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയും ചെയ്യുന്ന ആളുകളാണ്.
അതുപോലെയാണ് സ്നേഹം നമ്മളിലേക്ക് കടന്നു വരിക. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല. മാത്രമല്ല നമ്മുടെ ഈ ഒരു വൾണറബിൾ മൊമെന്റ്സിൽ നമ്മളിങ്ങനെ ദുർബലമായിരിക്കുന്ന നിമിഷങ്ങളിലാണ് അത് നമ്മളിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു സന്ദേശം അദ്ദേഹം നൽകുന്നു. പിന്നീട് ഈ സോങ്ങിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കോറസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മൾ ഈ ഒരു സോങ്ങിൽ കാണുന്നത് ഈ ലോകവും അതുപോലെ ജീവിതവും എല്ലാം ഇംപെർഫെക്റ്റ് ആണ്. പക്ഷേ ഇംപെർഫെക്റ്റ് ആണ് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് നിരാശരായിരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ ഇംപെർഫെക്ഷൻസിലൂടെ നമ്മുടെ പ്രയാസമുള്ള ഈ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനും മെച്ചപ്പെട്ട മനുഷ്യരാകാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് എന്നൊരു സന്ദേശം ഈ സോങ്ങിലൂടെ നൽകുന്നു. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ആർ ദ തീംസ് മോസ്റ്റ് പ്രിവാലന്റ് ഇൻ ലിയനാർഡ് കോഹൻസ് ആന്തം? ഈ ഒരു സോങ്ങിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട തീമുകളാണ് ചോദിക്കുന്നത്. ദ മോസ്റ്റ് പ്രിവാലന്റ് തീംസ് ഇൻ ആന്തം ആർ അക്സെപ്റ്റിംഗ് ദ ഇംപെർഫെക്ഷൻ ഓഫ് ലൈഫ്. ജീവിതം പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം അംഗീകരിക്കുക എന്നുള്ളതും, റെസീലിയൻസ് നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ ജീവിതത്തെ സമീപിക്കുക എന്നുള്ളതും, ആൻഡ് ഹോപ്പ് അമിഡ്സ്റ്റ് കൺഫ്ലിക്റ്റ്. ഈ ഒരു കൺഫ്ലിക്റ്റിന്റെ ഇടയിലും നമ്മൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ള ഒരു തീമുകളാണ് ഈ സോങ്ങിനകത്ത് നമ്മൾ കാണുന്നത്. ദ ഡോവ് മെൻഷൻഡ് ഇൻ ദ സോങ് ആന്തം ഈസ് ഓഫ്റ്റൻ എ സിംബൽ ഓഫ് ഡാഷ്. ഇനി ഈ സോങ്ങിനകത്ത് ഒരു ഡോവിന്റെ, പ്രാവിന്റെ സിമ്പിൾ നമ്മൾ കാണുന്നുണ്ട്. പ്രാവ് സാധാരണഗതിക്ക് എന്തിന്റെ സിമ്പിൾ ആയിട്ടാണ് വരിക എന്നാണ് ചോദിക്കുന്നത്. ദ ഡോവ് ഓഫ്റ്റൻ സിംബലൈസസ് പീസ്. നമുക്കറിയാം സമാധാനത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ പ്രാവിനെ കാണുന്നത്. ഇൻ ദ സോങ് ആന്തം വാർ ആൻഡ് ലാക്ക് ഓഫ് പീസ് ഈസ് സിംബലൈസ്ഡ് ബൈ ദ ക്യാപ്ചറിംഗ് ഓഫ് ദ ഡോവ്. ഇവിടെ ഈ ലോകത്തുള്ള യുദ്ധവും അതുപോലെ തന്നെ സമാധാനമില്ലാത്ത സാഹചര്യമെല്ലാം ഈ പ്രാവിനെ പിടികൂടുക എന്നുള്ള ഇമേജിലൂടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ലിയനാർഡ് കോഹൻസ് ഓവറോൾ മെസ്സേജ് ഇൻ ആന്തം ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. ഇനി ഈ സോങ്ങിലെ ഓവറോൾ മെസ്സേജിനെ നമുക്ക് എങ്ങനെയാണ് വിവരിക്കാൻ കഴിയാന്ന് ചോദിക്കുന്നു. ലിയനാർഡ് കോഹൻസ് ഓവറോൾ മെസ്സേജ് ഇൻ ആന്തം ഈസ് ദാറ്റ് എംബ്രേസിംഗ് ഇംപെർഫെക്ഷൻസ് അലോസ് ഫോർ ഹീലിംഗ്, ഗ്രോത്ത് ആൻഡ് എൻട്രി ഓഫ് ഹോപ്പ്. ലൈഫ് ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ അതിൽ നിന്ന് നമുക്ക് ഹീൽ ചെയ്യാനും നമുക്ക് ഗ്രോ ചെയ്യാനും നമുക്ക് മെച്ചപ്പെട്ട മനുഷ്യരായി മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഓവറോൾ മെസ്സേജ് ആയിട്ട് നമുക്ക് കാണാവുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയിന്റ്സ് ആയിട്ടാകുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. കൂടാതെ ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡിഡ് ലിയനാർഡ് കോഹൻസ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ദ റൈറ്റിംഗ് ഓഫ് ആന്തം? ഇനി ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ സോങ് എഴുതുന്നതിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളതാണ് ചോദിക്കുന്നത്. കോഹൻ lived through significant events like the Vietnam War and the Civil Rights Movement, which shaped his worldview. ഇദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യകാലഘട്ടം. നമുക്കറിയാം വിയറ്റ്നാം യുദ്ധം പോലുള്ള പല യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്നു. അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, നമ്മൾ നേരത്തെ ഐ ഹാവ് എ ഡ്രീം എന്നുള്ള ചാപ്റ്ററിനകത്ത് ആ ഒരു കാലഘട്ടത്തിലുള്ള അമേരിക്കയിലെ വംശീയമായിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും വിവിധ യുദ്ധങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിന് സ്വാധീനിച്ചിട്ടുണ്ട്. These experiences exposed him to the complexities of human nature and societal flaws, influencing the song's themes. അപ്പോൾ നമ്മൾ ഈ സോങ്ങിന്റെ തീമിൽ കാണുന്ന ഈ സമൂഹത്തിന്റെയും അതുപോലെ ജീവിതത്തിന്റെയും ഇംപെർഫെക്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹിസ് എക്സ്പ്ലോറേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി, particularly through Zen Buddhism, provided insights into life's struggles and imperfections. ഇതുകൂടാതെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ബുദ്ധമതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അത്തരം ആശ്രമങ്ങൾ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ബുദ്ധമതവുമായിട്ടുള്ള അടുപ്പം, ഇതുപോലെ ജീവിതം എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ്, അത് അംഗീകരിക്കുക തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെ അദ്ദേഹത്തിന് രൂപപ്പെടുത്തുന്നതിന് സ്വാധീനിച്ചിട്ടുണ്ട്. ദിസ് സ്പിരിച്വൽ ലെൻസ് അലൗഡ് ഹിം ടു അഡ്രസ് തീം ഓഫ് റിഡംഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ഇൻ ആന്തം. അപ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു വീക്ഷണമൊക്കെ നമ്മൾ ഈ സോങ്ങിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വ്യൂ ഒക്കെ അദ്ദേഹത്തിന് രൂപപ്പെടുന്നതിന് പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ബുദ്ധിസ്റ്റ് റിലീജിയനുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഹൗ വാസ് ആന്തം റിസീവ്ഡ് ബൈ ക്രിറ്റിക്സ് ആൻഡ് ദ പബ്ലിക് വെൻ ഇറ്റ് വാസ് ഫസ്റ്റ് റിലീസ്ഡ്? ഇനി ഈ സോങ് റിലീസ് ആവുന്ന സമയത്ത് നിരൂപകരും അതുപോലെ തന്നെ ഈ പാട്ടിന്റെ ആസ്വാദകരും ഒക്കെ എങ്ങനെയാണ് ഇത് സ്വീകരിക്കുന്നത്? അപ്പോൺ റിലീസ്, Anthem garnered positive reviews for its lyrical depth and emotional weight.
അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഈ സോങ് ഇറങ്ങുന്ന സമയത്ത് അതിന് ലഭിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു ഡെപ്ത് നമുക്കറിയാം, വളരെ ആഴത്തിലുള്ള തീമുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ വെയിറ്റ് ഈ സോങ്ങിനുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് തുടക്കത്തിൽ തന്നെ ഇതിന് ലഭിക്കുന്നത്. Critics appreciated Cohen's ability to articulate complex feelings about the human flaws and resilience. അപ്പോൾ ഈ മനുഷ്യ ജീവിതത്തിന്റെയും ഈ ലോകത്തിന്റെയും കുറവുകൾ, അതുപോലെ തന്നെ ഇതിനിടയിലും നമ്മുടെ ഈ ഒരു നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള തീമുകളൊക്കെ ഒരു സോങ്ങിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിനെ ക്രിറ്റിക്സ് എല്ലാം പ്രശംസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. The song resonated with the listeners during a turbulent period, reflecting their disillusionment with societal issues. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്താണ് ഈ സോങ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഈ പാട്ട് കേൾക്കുന്ന ആസ്വാദകരെല്ലാം തന്നെ ഈ സമൂഹത്തിന്റെ ഈ ഒരു വിഷയങ്ങളും യുദ്ധങ്ങളും ഒക്കെ കാരണം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സോങ് ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇറ്റ്സ് തീംസ് ഓഫ് ഹോപ്പ് അമിഡ് ഡിസ്പെയർ കണക്റ്റഡ് ഡീപ്ലി വിത്ത് എ ജനറേഷൻ ഗ്രാപ്ലിംഗ് വിത്ത് ചേഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാമൂഹ്യ മാറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയ്ക്ക് അവരുടെ ഈ ഒരു കുറവുകളുള്ള ലോകത്തും ഈ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ള തീമൊക്കെ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. അത്തരത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഈ ക്രിറ്റിക്സും അതുപോലെ ഓഡിയൻസും എല്ലാം ഈ സോങ്ങിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കുന്നത്. വൈ വാസ് ആന്തം കൺസിഡേർഡ് എ റിഡംപ്റ്റീവ് ഹൈമൻ? ഇനി ഈ പാട്ടിനെ ഒരു റിഡംപ്റ്റീവ് ഹൈമൻ ആയിട്ട്, റിഡംഷൻ എന്ന് പറയുന്നത് വീണ്ടെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഹൈമൻ ഒരു പ്രാർത്ഥന. അപ്പൊ ഒരു വീണ്ടെടുപ്പിന്റെ പ്രാർത്ഥനയായിട്ട് ഈ സോങ്ങിനെ കണക്കാക്കുന്നതിന്റെ കാരണം എന്താണ്? The song conveys a powerful message of resilience, encouraging listeners to embrace their imperfections. റെസീലിയൻസിന്റെ ഒരു തീം ഈ സോങ്ങിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് റിംഗ് ദ ബെൽസ് ദാറ്റ് വി ക്യാൻ ബെൽ. അപ്പോൾ നമുക്ക് എന്താണോ ലഭ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നിരാശരാവാതെ അത്തരത്തിൽ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ജീവിതത്തിന്റെ സന്ദേശം ഇതിനകത്ത് നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ എംബ്രേസിങ് ഇംപെർഫെക്ഷൻസ്. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കുക, അപ്പൊ നമുക്കൊരു സമാധാനം ലഭിക്കും എന്നുള്ള ഒരു സന്ദേശവും ഈ സോങ്ങിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് അക്നോളജിങ് വൺസ് ഫ്ലോസ് ഈസ് എസെൻഷ്യൽ ഫോർ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്. അത്തരത്തിൽ നമ്മൾ എല്ലാവരും കുറവുകളുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പേഴ്സണൽ സ്പിരിച്വൽ ഗ്രോത്തിന് സഹായകമാണ് എന്നുള്ളത് ഈ സോങ്ങിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ബൈ ഫ്രെയിമിംഗ് ഇംപെർഫെക്ഷൻസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്, Anthem serves as a reminder that redemption comes from embracing one's true self. ഇനി ഈ ഇംപെർഫെക്ഷൻസിനെയൊക്കെ, ഈ ക്രാക്സിനെയൊക്കെ നമുക്ക് ഒരു വെളിച്ചം കടന്നു വരുന്ന മാർഗമായിട്ടും നമുക്ക് പേഴ്സണൽ ഗ്രോത്തിനുള്ള അവസരമായിട്ടാണ് ഈ സോങ്ങിനകത്ത് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ജീവിതത്തിന്റെ ഇംപെർഫെക്ഷൻസിൽ നിരാശരായിട്ടുള്ള ആളുകൾക്ക് അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സന്ദേശം നൽകുന്നതിലൂടെ അവർക്ക് സ്വയം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സോങ് ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നു. ദ സോങ്സ് ഹോപ്പ്ഫുൾ ടോൺ ഓഫേഴ്സ് കംഫർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ടു ദോസ് ഫേസിംഗ് ലൈഫ് ചലഞ്ചസ്. കൂടാതെ അത്തരം ഒരു പ്രതീക്ഷയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു സോങ് എന്ന രീതിയിലേക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് സ്വയം വീണ്ടെടുക്കാനുള്ള ഒരു എനർജിയൊക്കെ നൽകുന്ന ഒരു സോങ് ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു റിഡംപ്റ്റീവ് ഹൈമൻ എന്ന് വിളിക്കുന്നത്. How will you define the lines? There is a crack in everything. That's how the light gets in. എല്ലാത്തിലും ഒരു ക്രാക്ക് ഉണ്ട്, ഒരു പൊട്ടൽ അല്ലെങ്കിൽ ഒരു വിടവുണ്ട്. അതിലൂടെയാണ് വെളിച്ചം കടന്നു വരുന്നത് എന്ന വരികളെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നാണ് ചോദിക്കുന്നത്. These lines convey the idea that perfection is an illusion and that flaws are inherent part of existence. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണ്, അത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമല്ല. യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തികളും അതുപോലെ ലോകവും എല്ലാം തന്നെ ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു സന്ദേശം ഈ വരികളിലൂടെ പറയുന്നു. They encourage a shift in perspective, suggesting that vulnerabilities contribute a fuller understanding of life. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഒരു പെർഫെക്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീക്ഷണത്തെ മാറ്റിക്കൊണ്ട് ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടി ജീവിതത്തെയും ലോകത്തെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം ഈ വരികളിൽ പറയുന്നു. By suggesting that light enters through the cracks, Cohen emphasizes that difficult experiences can lead to greater understanding and spiritual growth. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇംപെർഫെക്ഷൻസിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരിക എന്നുള്ള ഈ ഒരു വരിയിലൂടെ
നമുക്ക് ഇങ്ങനെ പ്രയാസമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നതും നമ്മൾ മെച്ചപ്പെട്ട മനുഷ്യരായി മാറുകയും നമുക്കൊരു പേഴ്സണൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളൊരു സന്ദേശം ഈ വരികളിൽ പറയുന്നു. ദിസ് പെർസ്പെക്റ്റീവ് ഇൻവൈറ്റ്സ് ലീഡേഴ്സ് ടു ഫൈൻഡ് ബ്യൂട്ടി ആൻഡ് സ്ട്രെങ്ത് ഇൻ ദിയർ ഓൺ വൾണറബിലിറ്റീസ്. അവരുടെ സ്വയം ദുർബലമായിട്ടുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ തന്നെ അതിന് ഒരു ശക്തിയും അതുപോലെ തന്നെ പ്രതീക്ഷയും എല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ വരി ആഹ്വാനം ചെയ്യുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ സെൻട്രൽ മെസ്സേജസ് ഇൻ ലിയോണാർഡ് കോഹൻസ് ആന്തം? ഈ ഒരു സോങ്ങിനകത്തുള്ള സെൻട്രൽ മെസ്സേജസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കോഹൻ എക്സ്പ്ലോസ് ദി ഐഡിയ ദാറ്റ് ലൈഫ് ഈസ് ഇൻഹെറന്റ്ലി ഫ്ലോഡ്, സജസ്റ്റിംഗ് ദാറ്റ് ദീസ് ഇംപെർഫെക്ഷൻസ് ഷുഡ് ബി അക്നോളജ്ഡ്. അദ്ദേഹം പറയുന്നത് ജീവിതവും അതുപോലെ തന്നെ ഈ ലോകവും എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ്. അത് പെർഫെക്റ്റ് ആവുക എന്നുള്ളത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇവയെല്ലാം തന്നെ കുറവുകളുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സാഹചര്യമാണ്. നമ്മളത് മനസ്സിലാക്കണം എന്നുള്ള ഒരു സന്ദേശം ഇതിനകത്ത് പറയുന്നു. ദ കൺസെപ്റ്റ് ഓഫ് ക്രാക്സ് സിംബലൈസസ് ദി എൻട്രി പോയിന്റ്സ് ഫോർ ഹോപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, എംഫസൈസിംഗ് ദാറ്റ് ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസസ് ക്യാൻ ലീഡ് ടു ഗ്രോത്ത്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഈ ക്രാക്സിലൂടെയാണ് വെളിച്ചം കടന്നു വരുന്നത്. അതായത് ഈ ഇംപെർഫെക്ഷൻസിലൂടെയും ഈ പ്രയാസമേറിയിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ സെൽഫ് ഗ്രോത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ ഒരു സോങ്ങിനകത്ത് നമ്മൾ കാണുന്നു. ദ റിഫ്രെയിൻ റിംഗ് ദ ബെൽസ് ദാറ്റ് സ്റ്റിൽ ക്യാൻ റിംഗ് എൻകറേജസ് എ പ്രൊആക്റ്റീവ് അപ്രോച്ച് ടു ലൈഫ്. മറ്റൊന്ന്, ഇതിലെ കോറസിൽ നമ്മൾ കാണേണ്ട ആവർത്തിച്ച് വരുന്ന വരികളാണ് റിംഗ് ദ ബെൽസ് ദാറ്റ് സ്റ്റിൽ ക്യാൻ റിംഗ്. നമുക്ക് റിംഗ് ചെയ്യാൻ കഴിയുന്ന ബെല്ലുകൾ നമ്മൾ റിംഗ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് ആണെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് അതിൽ പറയുന്നു. ഏർജിങ് ഇൻഡിവിജ്വൽസ് ടു എൻഗേജ് പോസിറ്റീവ്ലി ഡിസ്പൈറ്റ് ഇംപെർഫെക്ഷൻസ്. അപ്പോൾ ഈ ഒരു പെർഫെക്ഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്നത് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് അതിൽ പറയുന്നു. The song reflects on humanity's historical tendency to repeat mistakes, particularly regarding conflict and violence. മറ്റൊന്ന്, ലോക സമാധാനം എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യരുടെ ഒരു നേച്ചറിലുള്ളതാണ് ഇതുപോലെ തർക്കവും അതുപോലെ തന്നെ യുദ്ധങ്ങളൊക്കെ എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലോകമാണ് ഇത് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. While recognizing the cyclical nature of suffering, Cohen offers a message that encourages action, suggesting that even small contributions can make a difference. അപ്പോൾ ഇതിലൊരു മെസ്സേജ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു സൈക്ലിക്കൽ നേച്ചർ ഓഫ് സഫറിങ്. ഈ സഫറിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ഒരു ഇംപെർഫെക്ഷൻ ആണുള്ളത് എങ്കിൽ കൂടിയും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചെറിയ പ്രവൃത്തികൾക്ക് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം അവിടെ നൽകുന്നു. കോഹൻ അഡ്വക്കേറ്റ്സ് ഫോർ ഫൈൻഡിങ് മീനിങ് ആൻഡ് പർപ്പസ് വിത്തിൻ ലൈഫ്സ് ഇംപെർഫെക്ഷൻസ്, പ്രൊമോട്ടിങ് എ സെൻസ് ഓഫ് റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അപ്പോൾ പൊതുവിൽ നമ്മളിതിൽ സെൻട്രൽ മെസ്സേജ് ആയിട്ട് കാണുന്നത് ലൈഫ് ഇംപെർഫെക്റ്റ് ആണ്, പക്ഷെ അത് അംഗീകരിച്ചുകൊണ്ട് അതിൽ തന്നെ നമ്മൾ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു മെസ്സേജാണ് നമ്മൾ ഈ സോങ്ങിനകത്ത് കാണുന്നത്. ഹൗ ഡസ് ആന്തം എക്സ്പ്ലോർ ദ കൺസെപ്റ്റ് ഓഫ് എക്സിസ്റ്റൻഷ്യലിസം, particularly in the context of accepting the flawed nature of humanity and the world? അപ്പോൾ ഈ സോങ്ങിനകത്ത് എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വവാദം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ തോട്ട് എങ്ങനെ ഈ സോങ്ങിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ദ സോങ് ഗ്രാപ്പിൾസ് വിത്ത് എക്സിസ്റ്റൻഷ്യൽ തീംസ് ബൈ റെക്കഗ്നൈസിംഗ് ദ ഫ്ലോഡ് നേച്ചർ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ദ വേൾഡ്. പ്രധാനമായിട്ട് വരുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അസ്തിത്വവാദം എന്നൊരു ഫിലോസഫിയാണ്. അതിൽ പറയുന്നത് പോലെ തന്നെ ഈ ലോകം എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു കാര്യം ഈ സോങ്ങിനകത്തും പറയുന്നുണ്ട്. Cohen's message implies that striving for unattainable perfection is counterproductive and acceptance is key to living authentically. മറ്റൊന്ന്, പെർഫെക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ വ്യർത്ഥമായിട്ടുള്ള ശ്രമങ്ങളാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ഈ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് ഈ സോങ്ങിനകത്ത് കാണാൻ കഴിയും. The line "forget your perfect offering" suggests that meaning is not inherent in life but must be created through individual choices and actions. അപ്പോൾ ഈ പെർഫെക്റ്റ് ഓഫറിംഗ് മറന്നേക്കുക, അതായത് ജീവിതത്തിന് ഒരു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഒരു ലക്ഷ്യമുണ്ട് തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഒരു പെർഫെക്ഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. ജീവിതത്തിന്റെ അർത്ഥം നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ നൽകുന്നതാണ് എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു തോട്ട് ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും.
Cohen encourages listeners to engage actively with life's challenges, mirroring existentialist philosophy that advocates for personal responsibility. മറ്റൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ വേൾഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡ് അല്ല, പക്ഷെ വ്യക്തികൾക്കും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുറച്ചൊക്കെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ജീവിതത്തിന്റെ ഈ വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രയാസങ്ങളും അതുപോലെ തന്നെ ഇംപെർഫെക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക, നമ്മൾ അങ്ങനെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി നമുക്കിവിടെ കാണാൻ കഴിയും. Rather than succumbing to despair, Cohen suggests that individuals can still find light and purpose amidst hardships. ഇനി ഈ ലോകവും ജീവിതവും എല്ലാം ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു നിരാശയിലേക്ക് പോകാതെ അതിൽ നിന്ന് വെളിച്ചം കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു സന്ദേശം ഇതിൽ പറയുന്നു. The call to ring the bells that still can ring invites listeners to participate in life, embracing imperfections rather than shying away from them. അപ്പോൾ ഈ ഇംപെർഫെക്ഷൻസ് കാരണം കൊണ്ട് ഇങ്ങനെ നിരാശരായിട്ട് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് ഈ സോങ്ങിനകത്ത് കാണാൻ കഴിയും. ദിസ് റിഫ്ലക്ട്സ് എ ബ്രോഡർ എക്സിസ്റ്റൻഷ്യൽ പെർസ്പെക്റ്റീവ് ദാറ്റ് എൻകറേജസ് ക്രിയേറ്റിംഗ് മീനിങ് വിത്തിൻ എ chaotic വേൾഡ്. അപ്പോൾ പൊതുവിൽ ഈ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിതത്തിന് നമ്മുടെ പ്രവൃത്തികളിലൂടെ അർത്ഥമുണ്ടാക്കിയെടുക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു മീനിങ് ഈ സോങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലോറേഷൻ ഓഫ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ തീംസ് ഇൻ ആന്തം. ഈ ഒരു സോങ്ങിനകത്തുള്ള സ്പിരിച്വൽ അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള തീംസ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് പറയുന്നത്. കോഹൻസ് എക്സ്പ്ലോറേഷൻ ഓഫ് വേരിയസ് റിലീജിയസ് ട്രഡീഷൻസ് ഇൻഫോംസ് എ സോങ്, particularly the balance between human flaws and the possibility of redemption. അപ്പോൾ വിവിധ റിലീജിയസ് ട്രഡീഷൻസ് ഈ ഒരു സോങ്ങിന് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും കബാലിസ്റ്റിക് മിസ്റ്റിസിസം എന്ന് പറയുന്ന ജൂതമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സങ്കല്പവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ സൂചിപ്പിച്ച സെൻ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പങ്ങളുമാണ് ഇതിലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ഒരു റിഡംഷൻ എന്നുള്ള വീണ്ടെടുപ്പ് എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ അതിൽ കാണുന്നത്. The line "there is a crack in everything, that's how the light gets in" signifies a spiritual understanding that embraces brokenness as a means to growth and enlightenment. വീണ്ടും നമ്മൾ പലതവണ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞു പോയിട്ടുള്ള അതേ കാര്യം തന്നെയാണ് വരുന്നത്. ഈ ഒരു ക്രാക്സിലൂടെയാണ് വെളിച്ചം കടന്നു വരുന്നത് എന്നതിലൂടെ ജീവിതത്തിന്റെ ഈ ഒരു കുറവുകളിൽ നിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ ഒരു സെൽഫ് ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഈ സോങ്ങിനകത്ത് പറയുന്നുണ്ട്. The encouragement to ring the bells that still can ring evokes a sense of spiritual practice and ritual, even when faced with imperfections. ഇനി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു റിംഗ് ദ ബെൽസ് ദാറ്റ് സ്റ്റിൽ ക്യാൻ റിംഗ് എന്നുള്ളത് ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസ് പോലെ, നമ്മൾ ഈ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസിൽ പറയുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾക്ക് കർമ്മഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു സ്പിരിച്വൽ ആയിട്ടൊരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സന്ദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദിസ് നോഷൻ emphasizes the importance of persistence in spiritual journeys, highlighting that engagement with life's brokenness can lead to moments of redemption. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മുടെ സ്പിരിച്വൽ ജേണി തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതും ഇത്തരം ഇംപെർഫെക്ഷൻസിലൂടെ നമുക്ക് റിഡംഷൻ വീണ്ടെടുപ്പ് നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു റിലീജിയസ് തീമൊക്കെ സ്പിരിച്വൽ തീമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കോഹൻ ഇല്ലുസ്ട്രേറ്റ്സ് ദി ഐഡിയ ഓഫ് സ്പിരിച്വൽ സ്ട്രഗിൾ വേർ ഹ്യൂമൻ ഇംപെർഫെക്ഷൻസ് റിപ്പീറ്റഡ്ലി ചലഞ്ച് പ്യൂരിറ്റി ആൻഡ് പീസ്. മറ്റൊന്ന്, ഈ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇന്നർ പീസ്, നമ്മുടെ ഒരു ആന്തരികമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് അല്ല, നമുക്ക് കുറവുകളുണ്ട് എന്നുള്ള ചിന്തയ്ക്ക് ആ സമാധാനത്തെ ഇല്ലാതാക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഇംപെർഫെക്ഷൻസ് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്തരത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു സമാധാനം നേടുക എന്നുള്ള തീമുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദി അക്സെപ്റ്റൻസ് ഓഫ് impermanence and suffering aligns with the Buddhist philosophy, suggesting that engaging with the life's difficulties is essential for spiritual growth. അപ്പോൾ ഈ ഒരു ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്, അത് നമ്മൾ സ്വീകരിക്കുക അംഗീകരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും അത്തരം അനുഭവങ്ങളിലൂടെ നമുക്ക് ഒരു സ്പിരിച്വൽ പേഴ്സണൽ ഗ്രോത്ത് നേടാൻ സാധിക്കും എന്നുള്ള തീമുകളൊക്കെ നമ്മൾ ഈ സോങ്ങിനകത്ത് കണ്ടു. അതൊക്കെ നമ്മൾ വിവിധ റിലീജിയസ് സ്പിരിച്വൽ തോട്ട്സിൽ നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കബാലിസ്റ്റിക് മിസ്റ്റിസിസം എന്നുള്ള ജൂതമതവുമായി ബന്ധപ്പെട്ട ഒരു ചിന്താഗതിയിലും അതുപോലെ സെൻ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സ്പിരിച്വൽ റിലീജിയസ് തോട്ട്സ് ഒക്കെ ഈ സോങ്ങിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്